ഹേ ഗായ്സ്, അപ്പോൾ കുറേ ദിവസമായി റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും റൂം ക്ലീൻ ചെയ്യാൻ പോവല്ലേ, നമുക്കൊരു ഫേസ് പാക്ക് ഇടാം. കാരണം ഏകദേശം ഒരാഴ്ചയ്ക്ക് മുകളിലായി ഞാൻ റൂം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണിന് എന്തോ രാവിലെ തൊട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫോണിലൊക്കെ നോക്കിയിട്ടാണെന്ന് തോന്നുന്നു. കുറേ നേരം ഇപ്പോൾ നമുക്ക് വർക്കില്ലാത്ത ടൈമിലൊക്കെ നമ്മൾ ഫോണിൽ നോക്കിയിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കണ്ണിൽ എന്താ പറയുക, പെട്ടെന്ന് ചുമന്നിട്ട് നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞിതായി വീങ്ങിയിട്ട്. അപ്പം ആയിരിക്കും ഇതേ അവസ്ഥ 2-3 ദിവസം 2 ദിവസം മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട് ആര്യൊരു മരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രോപ്സ്. അപ്പോൾ ഞാനത് തന്നെ ആര്യൻ്റെ അടുത്ത് രാവിലെ പോയി വാങ്ങി. രാവിലെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്പീഡിൽ കാണുന്ന കൂട്ടാണ് ഞാൻ ഇതേപോലെ പതിയെ ഓരോന്ന് ചെയ്യുന്നത്. ഇതിങ്ങനെ കാണുമ്പം ഇതാക്കുന്നു എന്നുള്ളൂ. ഞാൻ നല്ല പതിയെ ഓരോന്ന് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര സാവധാനത്തിൽ ഇപ്പോൾ എൻ്റെ ജോലിയൊക്കെ ചെയ്യുള്ളൂ. ഞാൻ ആദ്യം പെട്ടെന്ന് തീർക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ചീത്ത പറയുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമ്പോൾ വൃത്തിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ അങ്ങനെയല്ല അമ്മ, ഞാൻ പതിയെയാണ് ഓരോന്നും ചെയ്യുള്ളൂ. അങ്ങനെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കുടഞ്ഞു. കാരണം കുറേ ദിവസം ഞാൻ ഈ കട്ടിലിൻ്റെ അടിയിലേക്ക് കയറ്റിയിരുന്നതുകൊണ്ട് അത് എനിക്ക് എപ്പോഴും എടുത്ത് കുടയാൻ പറ്റില്ല. അപ്പോൾ ഞാനത് അടിച്ചു വാരുമ്പോൾ കുടയിലില്ല, ജസ്റ്റ് അങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ട് അടിച്ചു വാരില്ല. അപ്പോൾ ഇന്ന് ഞാനത് എടുത്തു. പൊട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ടൈൽസ് ഞാനത് നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ കട്ടിൽ വിരിക്കാനാണ് ഭയങ്കര പണി. ഞാനൊരു 3-4 ദിവസമായി ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട്. തലവേണവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ബെഡ്ഷീറ്റ് പിന്നെ ഞാൻ എപ്പോഴും കിടക്കുന്നില്ലല്ലോ. നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വന്ന് പിന്നെ മേലെ കഴുകിയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ ചെളിയും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ ആദ്യം ഒരു ബെഡ്ഷീറ്റ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം എടുത്ത് മാറ്റി ബെഡ് ഇങ്ങോട്ടേക്ക് നിൽക്കുക. കാരണം എനിക്ക് അതിലേക്ക് അടക്കാൻ പറ്റില്ല, എൻ്റെ തല മുട്ടും. ആ ജനലിൽ നമ്മുടെ മുകളിൽ ബർത്തിൽ തല തട്ടും. അത് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ 2 പ്രാവശ്യം എൻ്റെ തല തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ ബെഡ് ഇപ്പം ഇങ്ങോട്ടേക്ക് നീക്കിയിട്ടിട്ടാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. ഇത് അങ്ങോട്ടും എത്തുന്നില്ല ഇങ്ങോട്ടില്ല. ഈ 2 ബെഡ് ഇടാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് മുമ്പ് നമുക്ക് വേറെ ബെഡായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് പോയതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ 2 ബെഡ് ഇട്ടാണ് കിടക്കുന്നത്. തിരിച്ചു കൊണ്ടുതന്ന ബെഡിന് ചെറിയ ബെഡാണ്, നമുക്ക് അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ പിന്നെ ഞങ്ങൾ 2 ബെഡ് വെച്ചിട്ടാണ് കിടക്കുന്നത്. ഇതിപ്പോൾ അങ്ങോട്ട് വലിച്ചാലും ഇങ്ങോട്ട് വലിച്ചാലും ഒന്നും എത്തില്ല. കാരണം ഒരു ബെഡിന് വലിപ്പം കൂടുതലും ഒരു ബെഡ് ചെറുതും എൻ്റെ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എത്തുന്നില്ല. ലാസ്റ്റ് ഞാൻ എന്താക്കി, ബെഡ് അങ്ങോട്ടേക്ക് വലിച്ചിട്ടിട്ട് ശരിയാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, നീ അവിടെ നിൽക്കുമ്പോൾ മാത്രം അത് മൊത്തം വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, നീ വീട്ടിൽ വരുമ്പോൾ വീടും വൃത്തിയാക്കണം എന്ന്. അതെന്താ അറിയില്ല, ഇതിപ്പോൾ ചെറിയ റൂമായതുകൊണ്ട് പെട്ടെന്ന് കഴിയുമല്ലോ, അതങ്ങനെയല്ലല്ലോ. അങ്ങനെ എല്ലാം വിരിച്ചിട്ട് സെറ്റാക്കി. ഇപ്പോഴാണ് താഴത്തൊരു സൗണ്ട് കേൾക്കുന്നത്. താഴത്തുള്ളവർ മൊത്തം അറിഞ്ഞോ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.